പോളയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പോലെയാണ്. അപ്പോൾ പോള ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ആദ്യം ഒന്ന് വരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് ക്യാരറ്റ് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ക്യാരറ്റ് നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ചെറിയ ഒരു നനവൊക്കെ ഉണ്ട്. ആ നനവൊക്കെ മാറി നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ പോളക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഈ സമയത്ത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ടയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് അങ്ങ് ഫ്ലഫി ആയി കിട്ടിയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് പൊങ്ങി കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. ബീറ്റർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ക്യാരറ്റിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും മുട്ടയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇത്ര പൊങ്ങി കിട്ടിയാൽ മതി. കൂടുതലായിട്ട് അങ്ങ് പൊങ്ങി കിട്ടിയൊന്നും വേണ്ട. മിക്സ് ചെയ്തെടുക്കുമ്പം തന്നെ ഈ ഒരു ബാറ്ററിൻ്റെ കളറ് നല്ല ഓറഞ്ച് കളറായിട്ട് വരുന്നത് കാണാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ഈ 2.5 ടീസ്പൂൺ മൈദ ചേർക്കുമ്പോൾ ഈ പോള നല്ല കട്ടിയുമല്ല നല്ല ലൂസും അല്ല. അത്യാവശ്യം നല്ലൊരു ടെക്സ്ചർ തന്നെയായിരിക്കും ഈ പോളക്ക് ഉണ്ടാവുക. അപ്പോൾ നല്ല സോഫ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൈദയുടെ അളവ് നിങ്ങൾക്ക് കുറക്കാം. ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ സോഡാപ്പൊടിയും മൈദയും എല്ലാം എടുത്തു എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പോള ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പോള ഉണ്ടാക്കാനുള്ള സോസ് പാൻ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്. ഈ സമയത്ത് നമുക്ക് പോളയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അടി കത്തിപ്പോകുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒരു പാനോ തട്ടോ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇപ്പം നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ചിലപ്പോൾ 15 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോള നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആ മുകൾ ഭാഗമൊക്കെ ആറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് പുറത്തെടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് പുറത്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
കൂടുതൽ അങ്ങ് ബീറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ പൊന്തി കിട്ടുകയും ചെയ്യില്ല. എന്നാലും സോഫ്റ്റ് തന്നെയാണ് ഈ ഒരു പോള. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്